നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ള കിടിലൻ 3 ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക. ഇത്ര കാലമായി ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞു തന്നതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നല്ല രീതിയിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ട്രിക്കുകളെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത ഹിസ്റ്ററിയാണ് മനസ്സിലാക്കേണ്ടതെങ്കിൽ, അഥവാ നമ്മൾ നിരവധി ആളുകൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഡേറ്റിലുള്ളത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹിസ്റ്ററി ഒരുപാടുണ്ട്. ഇപ്പം ഇങ്ങനെ തിരയുന്നതിന് പകരം ഏത് ഡേറ്റിലാണ് എന്നുള്ളത് ഇപ്പോൾ രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡേറ്റിൽ നിങ്ങൾ അയച്ച ട്രാൻസാക്ഷനുകളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരഞ്ഞിരുന്ന് മടുക്കുന്നതിന് പകരം ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ഗ്രൂപ്പായി പടങ്ങൾ കാണാൻ അല്ലെങ്കിൽ ഷെയറിംഗ് പാർട്ടിയോ അങ്ങനെ വല്ലതും നടത്തുന്നുണ്ട് എങ്കിൽ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ട്രിക്കാണ്. അഥവാ നിങ്ങൾ ആ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരാളുടെ ചാറ്റ് ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ന്യൂ ഗ്രൂപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായ ആളുകളെ ആഡ് ചെയ്യുക. ആവശ്യമായ ആളുകളെ ആഡ് ചെയ്തതിന് ശേഷം ആ ഗ്രൂപ്പിനൊരു പേര് നൽകുക. അതിനുശേഷം സ്പ്ലിറ്റ് ആൻഡ് എക്സ്പോസ് എന്നുള്ളത് നൽകി എത്രയാണോ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ എമൗണ്ട് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത എമൗണ്ട് റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. മിനിമം ₹1 മുകളിൽ മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി ഇങ്ങനെ കാണിച്ചു തന്നതെന്ന് മാത്രം. അതുപോലെ അത് കൂട്ടിയും കുറച്ചും ബാക്കിയെല്ലാം അവിടെ അതിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്ക് തന്നെ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ അടുത്തതായി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു ട്രിക്കാണ്. അഥവാ നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് QR കോഡ് മുഖേന പണം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, അഥവാ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പണം വാങ്ങുന്നവരാണെങ്കിൽ ഈ പറയുന്ന ട്രിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. QR കോഡ് ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൻറ്റ് എമൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന എമൗണ്ട് അത് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തതിന് ശേഷം ആ QR കോഡ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് വാട്സപ്പിലോ മറ്റൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൃത്യമായിട്ട് അവർക്ക് നമുക്ക് അയച്ചു തരാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാം QR കോഡ് മാത്രമല്ല ഈ UPI അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് അത് അയച്ചു കൊടുത്താലും ആ ഒരു എമൗണ്ട് ആയിരിക്കും ആ UPI ID ഉപയോഗിച്ച് അവർ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇത് എപ്പോഴും ഇല്ല കേട്ടോ. ഒരു തവണ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റ തവണയ്ക്ക് മാത്രമാണ് ഇത് വർക്കാവുകയുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാണ് എമൗണ്ട് അതേ ഇതേ രീതിയിൽ ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതല്ലേ. ₹1 പോലും കുറയാതെ നമുക്ക് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനിലൂടെ വാങ്ങാൻ സാധിക്കും. അപ്പോൾ അതായത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 ട്രിക്കുകൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോകളും ഇനിയും ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. ഏതായാലും പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.